ഹലോ, ഞാൻ ഡോക്ടർ വി.സി. ബിനോജ്, ടീച്ചർ ട്രെയിനറാണ്. ഒപ്പം തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്തായാലും ഇത്തരമൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായി പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. ടെല്ലസ് അക്കാദമിയോടൊപ്പം അവർ നടത്തുന്ന കേട്ടറ്റിൻ്റെ പരിശീലനത്തിൽ മനഃശാസ്ത്രം വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥികളെ കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്തരമൊരു പ്ലാറ്റ്ഫോമിലൂടെ കഴിയുന്നു എന്നതും വലിയ സന്തോഷമാണ്. കേട്ടറ്റ് പരീക്ഷകൾ പലപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിൽ കൊണ്ടുചെന്നെത്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് മനഃശാസ്ത്രം പോലെയുള്ള വിഷയങ്ങൾ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരിക്കലും മനഃശാസ്ത്രം ഒരു ബാലികേറ മലയായി മാറില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മനഃശാസ്ത്രം പഠിക്കാൻ. അത് വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ പാട്ടുപാടി മനഃശാസ്ത്രം പഠിക്കുന്നു, കഥകളിലൂടെ മനഃശാസ്ത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ സിനിമാ കഥകളിലൂടെയൊക്കെയാണ് ഇവിടെ മനഃശാസ്ത്രം പഠിക്കുന്നത്. കോഡുകളിലൂടെയൊക്കെ വളരെ ഈസിയായി നമ്മൾ ഇനി മുതൽ മനഃശാസ്ത്രം പഠിക്കും. പാട്ടും പാടി വളരെ ഈസിയായി നമ്മൾ കേട്ടറ്റിങ് പോക്കറ്റിലാക്കും കേട്ടോ. അപ്പോൾ അതിന് നമ്മളോടൊപ്പം അല്ലെങ്കിൽ ടെല്ലസ് അക്കാദമിയോടൊപ്പം ഞാനുണ്ടായിരിക്കും, നിങ്ങളും കൂടി ഉണ്ടാവണം. അപ്പോൾ എന്താണ് ഈ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്കോളജി വളരെ രസകരമായ ഒന്നാണ് അല്ലേ. മലയാളത്തിലൊരു പാട്ടുണ്ട്, ആത്മാവിൻ പുസ്തകത്താളിൽ, ഇങ്ങനൊരു പാട്ടില്ലേ. ഇതിലെ ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് സൈക്ക് എന്ന വാക്കിൽ നിന്നും ലോഗോസ് എന്ന വാക്കിൽ നിന്നും വന്നതാണ്. അപ്പോൾ ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്, സയൻസാണ്. സൈക്ക് എന്ന് പറയുന്നതിനെ ആദ്യം പറഞ്ഞത് സോൾ എന്നാണ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതെന്താണ്? ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രം. അങ്ങനെയാണല്ലോ മനഃശാസ്ത്രമായി മാറുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, മനസ്സ് ഒരു മാന്ത്രിക കൂട്, മായകൾ തൻ കളിവീട്. അപ്പോൾ മനസ്സ് അങ്ങനെ ഒരു മാന്ത്രിക കൂടായിരിക്കുന്ന ഒന്നാണ്. ആ കൂട്ടിലേക്കാണ് നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്നത് അല്ലേ. രസകരമായി നമുക്ക് ആ കൂട്ടിലേക്ക് ചെല്ലാം. പിന്നീട് മനഃശാസ്ത്രം വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ പെരുമാറ്റം, ഒരു സിനിമയിൽ പപ്പു പറയുന്നില്ലേ, ദേ എന്നെ ഒന്ന് നോക്കി നോക്കേ, എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നുണ്ടാ ദാസപ്പൻകുട്ടിയെ എന്ന് ചോദിക്കുന്നുണ്ട് പപ്പു. അപ്പോൾ മനഃശാസ്ത്രം പിന്നീട് പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമായി മാറുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അതിനുള്ളിൽ ഒരുപാട് തിയറികളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത്. നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന പറയുന്നുണ്ട് അല്ലേ, തൻ്റെ ഭർത്താവായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നകുലൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അയോഗ്യ നായേ നീ ഇന്ന് എങ്കിരുന്ന് എങ്കും പോക വിടമാട്ടേൻ എന്ന് ചോദിക്കുന്നില്ലേ? അങ്ങനെ ചോദിച്ച് അവസാന ഘട്ടത്തിൽ ഈ ശോഭന പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ പറഞ്ഞേ നകുലേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അല്ലെങ്കിൽ തൻ്റെ ബോധമണ്ഡലം പോലും നഷ്ടപ്പെട്ട് പെരുമാറുന്ന ശോഭനയുടെ കഥാപാത്രം പലപ്പോഴും ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയുടെ ഒരു വിശദീകരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇനി മനഃശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിനിമാ കഥകളിലൂടെ പാട്ടുപാടി അല്ലേ, പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ ഇനി ഈ മനഃശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി വരില്ല. നമ്മൾ കഥകൾ പറയും, പാട്ടുപാടും, കവിതകൾ ചൊല്ലും. അങ്ങനെ രസകരമായ രീതിയിൽ നമുക്ക് മനഃശാസ്ത്രം പഠിക്കുകയും കേട്ടിട്ട് ദേ ഈ പോക്കറ്റിലേക്ക് ആക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ടെല്ലസ് അക്കാദമിയോടൊപ്പം ഉണ്ട്, നിങ്ങളും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കേട്ടറ്റ് എന്ന് പറയുന്ന അധ്യാപകനാകണമെന്നുള്ള സ്വപ്നം ഇനി ടെല്ലസ് അക്കാദമിയിലൂടെ സാധ്യമാക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.